ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മളിന്നൊരു പായസം ഉണ്ടാക്കാൻ പോകാം മത്തങ്ങ വെച്ചിട്ട്. ഇത് മത്തങ്ങയാണെന്നെങ്കിൽ ആരും പറയില്ല പായസം ഉണ്ടാക്കിയില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ കുക്കറിനകത്ത് ഒരു വിസിലടുപ്പിച്ച് മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാം പാല്, രണ്ടാം പാല്, തേങ്ങയുടെ ഉണ്ടല്ലോ. പിന്നെ ഇതാ നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരി ഉണ്ടല്ലോ, പച്ചരി ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ പച്ചരി എടുത്താൽ മതി. പച്ചരി എടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊരു തരിതരിപ്പ് പോലും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാട്ടോ, ഒട്ടും പണിയില്ല, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ ഭയങ്കര ടേസ്റ്റാണ്. ആരും പറയില്ല മത്തങ്ങ അല്ലെന്ന്. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കലക്കിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതാ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓവറായിട്ട് നെയ്യൊന്നും ഒത്തിരി ചേർക്കുന്നില്ല, കുറച്ച് നെയ്യേ ചേർത്തുള്ളൂ. എന്നിട്ട് ഇതാ മത്തങ്ങ ഇതിനകത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ ആ മത്തങ്ങ ഉണ്ടല്ലോ മിക്സിയിലിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, ഒത്തിരി നേരമില്ല, ജസ്റ്റ് ഒരു നമ്മളിങ്ങനെ മിക്സി ഒന്നും നക്കില്ല, അങ്ങനെ അപ്പം തന്നെ ഇതാക്കി. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നെയ്യിലിട്ട് വരട്ടി കൊടുക്കാം. ഒത്തിരി നേരം ഒന്നും വരട്ടണ്ട, കുറച്ച് നേരം വരട്ടിയാൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ശർക്കര പാലിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു ഉണ്ട ശർക്കര ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ആ കട്ടകളെല്ലാം മാറ്റി ശർക്കര പാലിൽ ഇത് ശർക്കര ഇതിൽ നന്നായിട്ട് ഇതായി വരണം, കുറുകി വരണം. ഈ വീഡിയോ കാണുന്നതിൽ നമുക്ക് ഈ ഉടച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നില്ലേ ആ സാധനം. അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് ആ ശർക്കര ഒന്ന് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞാണ് പായസം പറ്റിയതുപോലെ തന്നെ ഈ തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പീര കുറച്ചൊക്കെ വീണ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ അരി കലക്കിയില്ലായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പച്ചരി ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചങ്ങെടുത്താൽ മതി. പിന്നെ അത് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നല്ല കുറുക്കി നല്ല കുറുകി വരണം കേട്ടോ. ഇളക്കുന്ന ഒരു ടാസ്ക്കാണ്, പക്ഷേ കുറേ നേരമൊന്നുമില്ല. ഇത് കണ്ടില്ല, നന്നായിട്ട് ഇത് കുറുകി വരുന്നുണ്ട്. പിന്നെ ഇത് കുറുകി കേട്ടോ, നമുക്ക് കുറച്ച് നേരം നിന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുറുകി ഈ ഒരു പരിവായപ്പം നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഈ 1ാം പാൽ തിളക്കരുത്, അത് നന്നായിട്ട് ചൂടായാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു അടിപൊളി പായസം കേട്ടോ, മസ്റ്റ് ട്രൈ തന്നെയാണ്, മസ്റ്റ് ട്രൈ. കാരണം എനിക്ക് മത്തങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ പായസം വെച്ചപ്പോൾ മത്തങ്ങയാണെന്ന് പോലും പറയില്ല, അതുപോലെ ടേസ്റ്റാട്ടോ ഈ പായസത്തിന്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ മുന്തിരി ഞാൻ ഇട്ടില്ല കേട്ടോ. മുന്തിരി എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് മുന്തിരി ഇട്ടില്ല. പിന്നെ തേങ്ങ ഇങ്ങനെ ഇതുപോലെ കുഞ്ഞായിട്ട് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ആ തേങ്ങ വറുത്ത ആ നെയ്യ് ഫുള്ള് ഞാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അതാ മണ്ടയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, പക്ഷേ ആ ഒരു കഴിക്കുമ്പോൾ നെയ്യുടെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് എടുത്തറിയത്തില്ല, ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.